9.5 വർഷം ഒരു ചെറിയ കാലയളവല്ല. 9.5 വർഷം LDF ഭരിച്ചു കേരളം. പിണറായി വിജയനാണ് മുഖ്യമന്ത്രി. ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പ് കാലമായിരിക്കുന്നു. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അത് കഴിഞ്ഞ് 3-4 മാസം നിയമസഭയിലേക്കുള്ള നിർണായക തെരഞ്ഞെടുപ്പ് വരുന്നു. എന്താണ് പ്രതിപക്ഷത്തിൻ്റെ ആയുധം? ഒന്നുമില്ല. 9.5 വർഷം കേരളം ഭരിച്ച പിണറായി സർക്കാർ, ആ സർക്കാരിനെതിരെ ഒരു അഴിമതി ആരോപണം പോലും ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രതിപക്ഷത്തിന് ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നല്ല, ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാം വഴിക്ക് വെച്ച് തന്നെ വീണ് ഉടഞ്ഞുപോയി. ചിലത് ഹൈക്കോടതി തകർത്തു കൊടുത്തു എന്ന് പറയാം. ആദ്യം ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയിൽ നിന്ന് അടിവാങ്ങിയ കേസുകൾ നിരവധിയുണ്ട്. VD സതീശൻ തന്നെ നേരിട്ട് കോടതിയിൽ പോയ അനുഭവം, കോടതിയിൽ നിന്ന് തിരിച്ചടിയേറ്റ അനുഭവം, ക്യാമറ വിവാദത്തിലും സ്പ്രിംഗ്ലർ ഇടപാടിലുമൊക്കെ നാം അത് കണ്ടതാണ്. ഒരു ആരോപണവും അത് തെളിയിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ 9.5 വർഷത്തിനിടെ. എന്ന് വെച്ചാൽ ഒരു അഴിമതിയുമില്ലാത്ത സർക്കാരാണ് എന്ന് വിളിച്ചു പറഞ്ഞത് കേരളത്തിലെ പ്രതിപക്ഷമാണ്, കേരളത്തിൻ്റെ ഹൈക്കോടതിയാണ് എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ഉദാഹരണങ്ങൾ. എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ആയുധമില്ലാതെ ഉഴലുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും ഇതുതന്നെയാണ്. അപ്പോഴാണ് ശബരിമല എന്നത് അവരുടെ മുന്നിലേക്ക് വരുന്നത്. ശബരിമലയെ പിടിച്ച്, ആ തുരുപ്പുചീട്ടിൽ പിടിച്ച് ഈ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ കഴിയുമോ എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രതിപക്ഷം ശ്രമിക്കുന്നത്. 9.5 വർഷത്തെ ഭരണപരാജയം ചൂണ്ടിക്കാട്ടാൻ, 9.5 വർഷത്തിനിടയിൽ നടന്ന ഏതെങ്കിലും ഒരു കാര്യപ്പെട്ട അഴിമതി ഉയർത്തിക്കൊണ്ടുവരുവാൻ കഴിഞ്ഞിട്ടില്ല പ്രതിപക്ഷത്തിന്. പൊതുവായി പറയുന്ന കാര്യങ്ങളുണ്ട്. കേരളം കടക്കെണിയിലാണ്, കേരളം സാമ്പത്തിക തകർച്ചയിലാണ്. ഇതൊക്കെ പൊതുവായി പറയുന്ന കാര്യങ്ങൾ ആവർത്തിച്ച് പറയുക. അതിനപ്പുറത്തേക്ക് കോൺക്രീറ്റായ ഒരു നിലപാട് പറയാൻ, ആരോപണം ഉന്നയിക്കാൻ കഴിയുന്നില്ല പ്രതിപക്ഷത്തിന്. അവിടെയാണ് പ്രതിപക്ഷത്തെ പോലും നിരായുധമാക്കുന്ന പ്രകടനമാണ് LDF നടത്തുന്നത്, പിണറായി വിജയൻ നടത്തുന്നത് എന്ന് പറയേണ്ടി വരുന്നത്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്ത് ഉയർത്തിക്കൊണ്ടുവന്ന, മാധ്യമങ്ങൾ വലിയ ആഘോഷമാക്കിയ സംഭവമാണ് സ്വർണ്ണക്കടത്ത്. അത് എവിടെയെത്തി? ഒന്നുമല്ലാതായിപ്പോയി, ചീറ്റിപ്പോയി. അന്ന് വന്ന പത്രവാർത്തകളും ടെലിവിഷൻ വാർത്തകളും ചർച്ചകളും ഒക്കെ കണ്ടിരുന്നുവെങ്കിൽ ഇന്ന് ചിരിച്ച് മണ്ണ് കപ്പിപ്പോവും എന്ന് പറയാറില്ലേ, അതായിരിക്കും സ്ഥിതി. അത്രമാത്രം മണ്ടത്തരങ്ങൾ, വിഡ്ഢിത്തരങ്ങൾ വിളിച്ചു പറഞ്ഞിരുന്നു നമ്മുടെ മാധ്യമങ്ങൾ. പക്ഷേ എല്ലാം കെട്ടടങ്ങി, ഒന്നുപോലും എവിടെയും എത്തിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ പരാജയപ്പെട്ട് നിൽക്കുന്ന പ്രതിപക്ഷമാണ്, BJP ആണ് ഇപ്പോൾ ശബരിമല ഏറ്റെടുത്ത് അത് വലിയ രാഷ്ട്രീയ പ്രശ്നമാക്കാൻ ശ്രമിച്ചത്. വൃശ്ചികം 1-ാം തീയതി കേരളത്തിൽ വലിയ പ്രക്ഷോഭത്തിന് തിരികൊളുത്തും എന്നാണ് UDF പറഞ്ഞത്, BJPയും പറഞ്ഞത്. 1 കോടി ജനങ്ങൾ ഒപ്പിട്ട് നിവേദനം നരേന്ദ്രമോദിക്ക് നൽകും എന്നാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രഖ്യാപിച്ചത്. 1 കോടി ഒപ്പ് ഇട്ടോ കേരളത്തിൽ? അത്തരമൊരു സംഭവം നടന്നോ കേരളത്തിൽ? അത്തരമൊരു ക്യാമ്പയിൻ നടന്നോ കേരളത്തിൽ? അല്ല, അതൊരു പ്രഖ്യാപനം മാത്രമായിരുന്നു. എവിടെയും വൃശ്ചികം 1-ാം തീയതി നാം അത് കണ്ടില്ല. ഒരു വാർത്തയും അത് സംബന്ധിച്ച് വന്നില്ല. അതുകൊണ്ട് പ്രഖ്യാപനത്തിൽ ഒതുങ്ങി 1 കോടി ഒപ്പ് ശേഖരണം എന്നതാണ് വസ്തുത. അന്നേ ദിവസം കോൺഗ്രസും ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. വൃശ്ചികം 1-ാം തീയതി തന്നെയാണ് എല്ലാ മണ്ഡലങ്ങളിലും, നിയമസഭാ മണ്ഡലങ്ങളിലും പ്രതിഷേധ സദസ്സ് സംഘടിപ്പിക്കും, ഈ സർക്കാരിനെ കുറ്റവിചാരണ ചെയ്യും അവിടെ വെച്ച് എന്ന്. ഏതൊക്കെ മണ്ഡലങ്ങളിൽ നടന്നു? എവിടെ നടന്നു? എവിടെയും നടന്നില്ല. ഒരു വാർത്ത പോലും, ഒരു വരി വാർത്ത പോലും എവിടെയും വന്നില്ല. സംസ്ഥാന നേതാക്കൾ ഒരു മണ്ഡലത്തിലും പോയി പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്തിട്ടില്ല. പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കണ്ടേ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട കേന്ദ്രത്തിൽ? KPCC പ്രസിഡന്റ് പങ്കെടുക്കണ്ടേ ഏതെങ്കിലും പ്രധാനപ്പെട്ട കേന്ദ്രത്തിൽ? അങ്ങനെ മുതിർന്ന നേതാക്കൾ പങ്കെടുത്ത് പ്രസംഗിച്ച എന്തെങ്കിലും വാർത്തയോ ദൃശ്യങ്ങളോ നമ്മുടെ മുന്നിലില്ല. എന്ന് വെച്ചാൽ ആ സമരം പ്രഖ്യാപിച്ചിരുന്നു, പക്ഷേ നടന്നില്ല. എന്തുകൊണ്ട്? ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു വൃശ്ചികം 1-ാം തീയതി BJPയും കോൺഗ്രസും നടത്താൻ നിശ്ചയിച്ച പ്രക്ഷോഭം. അതുകൊണ്ടാണ് ആ ആയുധവും, അവസാനത്തെ തുരുപ്പുചീട്ട് എന്ന് പറയുന്ന ആ ആയുധവും കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് കോൺഗ്രസിന്, UDFന്, പ്രതിപക്ഷത്തിന്. അവർക്ക് ആയുധമില്ല. എന്താണ് പറയേണ്ടത്? എങ്ങനെയാണ് തിരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത്? സർക്കാരിനെതിരെ എന്തു പറയണം എന്നറിയാതെ ഉഴലുന്ന പ്രതിപക്ഷത്തെയാണ് കാണുന്നത്.
ശബരിമലയിലെ തിരക്ക് ആയുധമാക്കാൻ ശ്രമമായിരുന്നു പിന്നീട് നടത്തിയത്. പക്ഷേ അതും 2 ദിവസം കൊണ്ട് തീർന്നുപോയി. ശബരിമലയിൽ തിരക്കുണ്ടായിരുന്നു ആദ്യ ദിവസങ്ങളിൽ. തീർത്ഥാടകർ നിരവധി പേർ, ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ശബരിമലയിൽ എത്തിയിരുന്നു. നട തുറക്കുന്ന സമയത്ത് ആ ദിവസങ്ങളിൽ തിരക്കുണ്ടായിരുന്നു. നിയന്ത്രണാതീതമായിരുന്നു തിരക്ക് എന്ന കാര്യത്തിലും സംശയമില്ല. പക്ഷേ പോലീസിന്റെയും ഭരണകൂടത്തിന്റെയും നിരന്തരമായ ഇടപെടലിനെ തുടർന്ന് നടക്കുമായിരുന്ന ഒരു അപകടം അത് ഒഴിവാക്കിക്കൊണ്ട് ഇപ്പോൾ വളരെ സുഗമമായി തീർത്ഥാടനം നടത്തുന്നു അയ്യപ്പ ഭക്തർ. ആ സംഭവം അതോടുകൂടി തീർന്നു. ശബരിമല സന്നിധാനം കേന്ദ്രീകരിച്ചുകൊണ്ട് സമരങ്ങൾക്കൊക്കെ ആസൂത്രണം ചെയ്തിരുന്നു BJP. നേരത്തെ ബുക്ക് ചെയ്തും അതോടൊപ്പം തന്നെ സ്പോട്ട് ബുക്കിങ്ങിലൂടെയും മാത്രമാണ് ശബരിമലയിൽ ഇപ്പോൾ അയ്യപ്പ ഭക്തരെ പ്രവേശിപ്പിക്കുന്നത്. അങ്ങനെയല്ലാതെ കാടുകളിലൂടെ ചിലർ നുഴഞ്ഞു കയറിയിട്ടുണ്ട് ശബരിമലയിലേക്ക് എന്ന് പറഞ്ഞത് പോലീസ് ഓഫീസർ തന്നെയാണ്, ADGP ശ്രീജിത്ത് തന്നെയാണ്. അവരെ കണ്ടെത്താനും അത് തടയാനുമുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നും വ്യക്തമാക്കി അദ്ദേഹം. എന്തിനാണ് അങ്ങനെ ശബരിമലയിലേക്ക് വരുന്നത്? അങ്ങനെ ശബരിമലയിലേക്ക് വന്നാൽ ആരാണ് വന്നത് എന്ന് മനസ്സിലാകില്ല. അവർ ശബരിമലയിൽ എന്തെങ്കിലും അപകടം ഉണ്ടാക്കാൻ വേണ്ടിയാണോ അല്ലെങ്കിൽ സമരത്തിന് വേണ്ടിയാണോ എന്ന ചോദ്യമൊക്കെ ആ ഘട്ടത്തിൽ ഉയർന്നിരുന്നു. എന്നാൽ പോലീസിന്റെ സംയോജിതമായ ഇടപെടലിനെ തുടർന്ന് അതും ഇല്ലാതായി. എന്തൊക്കെ പ്രതീക്ഷിച്ചിരുന്നു പ്രതിപക്ഷം, എന്തൊക്കെ പ്രതീക്ഷിച്ചിരുന്നു BJP? ഇനിയും സമയമുണ്ട്. പോലീസ് ജാഗ്രതയോടെ നിൽക്കേണ്ട സമയമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അത്രമാത്രം രാഷ്ട്രീയമായി ശബരിമലയെ ഉപയോഗിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു പ്രതിപക്ഷം, UDF-ഉം BJP-യും. പക്ഷേ എല്ലാം പൊളിഞ്ഞുപോയിരിക്കുന്നു. ആ ആയുധവും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒന്നുമില്ലാതെ സത്യത്തിൽ പ്രതിപക്ഷം എന്ന നിലയിൽ ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ ഭരണപരാജയങ്ങൾ ചൂണ്ടിക്കാണിക്കുക എന്നതാണല്ലോ. അതിലേക്കൊന്നും നോക്കുന്നില്ല, ഒന്നുമില്ല കയ്യിൽ. അതുകൊണ്ടാണ് ശബരിമല അയ്യപ്പൻ രക്ഷപ്പെടുത്തുമോ എന്ന രീതിയിലേക്ക് പോയത്. അയ്യപ്പനും കൈയൊഴിഞ്ഞിരിക്കുന്നു പ്രതിപക്ഷത്തെ എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഇന്നത്തെ അവസ്ഥ. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ ജയിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇപ്പോൾ ഈ സമയത്ത് 9.5 വർഷം കേരളം LDF ഭരിച്ച് വലിയ ഭരണവിരുദ്ധ തരംഗമാണ് നിൽക്കുന്നത് എന്ന് പറയുന്ന പ്രതിപക്ഷത്തിന് എല്ലാ സീറ്റിലും മത്സരിപ്പിക്കാൻ ആളെ കിട്ടാത്ത അവസ്ഥയെത്തിയിരിക്കുന്നു എന്നത് ചെറിയ കാര്യമല്ല. കാരണം തകർന്ന് അടിഞ്ഞു പോയിരിക്കുന്നു പ്രതിപക്ഷം എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആയുധമില്ലാതെ പോർക്കളത്തിൽ അന്തിച്ചു നിൽക്കുന്ന പ്രതിപക്ഷത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.